പി വി അൻവർ ഒരു തുറന്ന പോരിന് ഏതായാലും തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. കൂടുതൽ തെളിവുകൾ വെളിപ്പെടുത്തുന്നു. പിന്നെ പി ശശിയെ വളരെ മാതൃകാപരമായ പെരുമാറ്റമുള്ളയാൾ അല്ലെങ്കിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നയാൾ എന്ന് ക്ലീൻ ചിറ്റ് നൽകിയ സ്ഥിതിക്ക് പി ശശിക്കെതിരെ ആരോപണം കടുപ്പിക്കാനൊരു സാധ്യതയും നിലനിൽക്കുന്നില്ല. ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അതെ, മോത്തി പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ് ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. ഇനി എന്ത്? അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് എന്നുള്ള നീക്കം തന്നെയാണ് അവശേഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി അൻവറിനെ പാടെ തള്ളുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിനെല്ലാം സന്തുലിതമായി തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നു. പി ശശിക്കെതിരെയും MR അജിത് കുമാറിനെതിരെയും ആരോപണം കടുപ്പിക്കുകയുമാണ് അൻവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ട പ്രതികരണങ്ങൾ പോലെ തന്നെ മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇതിനെല്ലാം അൻവറിന് വ്യക്തമായ കൗണ്ടറുണ്ട്. പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിയെ തള്ളുന്നില്ല, മുഖ്യമന്ത്രിയെ ഏതറ്റം പോയാലും മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല എന്ന് അൻവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ അൻവർ കൃത്യമായി തന്നെ തള്ളുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് അൻവർ പറയുന്നുണ്ട്. അതായത് പോലീസിൻ്റെ മനോവീര്യം നിർവീര്യമാക്കിയ കാര്യമായിക്കോട്ടെ, മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കണക്ക് ഉൾപ്പെടെ നിരത്തി പറയുമ്പോഴൊക്കെ അത് അത്രമേൽ മുഖ്യമന്ത്രിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചതാണ്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഈ ശശിക്ക് പോലും സ്വർണ്ണക്കടത്തിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതരമായ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ അൻവർ അതിനെ കൗണ്ടർ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരികൾക്കിടയിൽ നമ്മൾ ഒരു കാര്യം വായിച്ചെടുക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അൻവറിന് കൊടുക്കുന്ന മറുപടിയിൽ പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ നോക്കിയും കണ്ടും നടത്താനാണ് ആ സ്ഥാനത്ത് പി ശശി ഇരിക്കുന്നത്. അല്ലാതെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചാൽ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നും അതിന്റെ ദേഷ്യത്തിലാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ പി വി അൻവറിനെതിരെ അത്തരത്തിലൊരു അമ്പ് കൂടി വരികയാണ്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചു എന്ന തരത്തിൽ കൂടി. അതെ, അതിനുൾപ്പെടെ ഈ ഫോൺ റെക്കോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. അത്തരത്തിലുള്ള തെറ്റാണെന്ന് അവിടെയും അൻവർ പറയുന്നു. ഞാനത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. എനിക്കത് ഈ വാർത്തകൾ ഈ ലോകത്തെ അറിയിക്കണമായിരുന്നു. മറ്റു മാർഗമില്ല. അതുകൊണ്ടാണ് ആ ഒരു തെറ്റ് പ്രവർത്തിച്ചത് എന്ന് അൻവർ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അൻവർ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ അൻവറിൻ്റെ കോൺഗ്രസ് പശ്ചാത്തലം ഉൾപ്പെടെ മുഖ്യമന്ത്രി പരാമർശിച്ചപ്പോൾ അതിനെന്താ തെറ്റ്, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് പറയുമ്പോൾ കൂടി EMS ഉൾപ്പെടെ കോൺഗ്രസ്സുകാരനാണെന്ന് അൻവർ അവിടെ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് അൻവർ ഓർമ്മിപ്പിച്ചുകൊണ്ട് അൻവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ വരികൾക്കിടയിൽ വായിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇരുവരും പറഞ്ഞു വെക്കുന്നത്. അൻവർ പോരാട്ടത്തിൽ മുന്നോട്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അടിസ്ഥാനപരമായി അൻവറിൻ്റെ ലക്ഷ്യം പി ശശിയും MR അജിത് കുമാറും ആണെങ്കിൽ പോലും ആഭ്യന്തര മന്ത്രാലയത്തെ ആഭ്യന്തര വകുപ്പിനെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ തള്ളി പറയാൻ നിർബന്ധിതരായതും നിലവിലെ സാഹചര്യം കൊണ്ടാണ്. അത്രമേൽ ആഭ്യന്തര വകുപ്പിനെ ഇത്രമേൽ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം സമീപകാലത്തെ ഏറ്റവും വലിയ സംഭവങ്ങളാണ്. അതും തെളിവുകളും രേഖകളും ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് ഒരു ഭരണപക്ഷത്തിരിക്കുന്ന MLA തന്നെ ആരോപണം ഉന്നയിച്ചു എന്ന ഘട്ടത്തിലാണ് ഈ പശ്ചാത്തലം വരെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് എന്നുള്ള പ്രസക്തമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രസക്തി കൂടി മുന്നോട്ട് വരികയാണ്. CPM-ന്റെ ജില്ലാതല സമ്മേളനങ്ങൾ ഉൾപ്പെടെ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഏതു തരത്തിൽ പാർട്ടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഒപ്പം തന്നെ അൻവർ ഇനി അങ്ങോട്ട്, മുഖ്യമന്ത്രി ഇനി എങ്ങനെ എന്നുള്ള ചോദ്യം അവശേഷിക്കുക തന്നെയാണ്. മോത്തി, ഈ മുഖ്യമന്ത്രി ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതിലപ്പുറം പി ശശിക്കെതിരെയൊക്കെ ഒരുപാട് തെളിവുകൾ കൈവശമുണ്ട് എന്ന് തുടക്കം മുതൽ PV അൻവർ പറയുന്നു. ഇനി അത്തരത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ കൂടുതൽ ആരോപണങ്ങളും അതിന്റെ തെളിവുകളടക്കം സമർപ്പിച്ച് ഒരു വലിയ പോരിലേക്ക് ഇത് നീങ്ങിയാൽ എങ്ങനെയാവും പിടിച്ചു നിൽക്കാനാവുക മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ളവർക്കും? അൻവർ ഓരോ ഘട്ടത്തിലും ഈ തെളിവുകൾ എന്നതിനപ്പുറത്തേക്ക് ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആരോപണം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കാണിച്ചുകൊണ്ടാണ്. ഇന്നലെ ധന ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഉന്നയിച്ചത്. അതായത് കള്ളപ്പണം വെളുപ്പിച്ചു, അട്ടിമറി കേസിൽ സോളാർ കേസിൽ പ്രതികളെ സഹായിച്ചതിൽ ഈ ADGPക്ക് കൈക്കൂലി കിട്ടി, ഇത് വെളുപ്പിക്കാൻ വേണ്ടി 33 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് വാങ്ങിച്ചു, ഒരാഴ്ചക്കിടെ തന്നെ അത് 65 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റു, അങ്ങനെ പണം വെളുപ്പിച്ചു എന്നൊരു ആരോപണം. അതിൻ്റെ രേഖകൾ പിന്നാലെയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നത്. അതിന് മുൻപേ തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ അത്തരത്തിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞു. ഇതിനെയൊന്നും ഗൗനിക്കുന്നില്ല എന്ന് പറയുന്നതോടെ മുഖ്യമന്ത്രി അവിടെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അൻവർ പറയുന്ന കാര്യത്തെ അൻവർ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഒരുങ്ങും, അത് എന്തെല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് പ്രസക്തം തന്നെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് ഒരു അതോറിറ്റി തന്നെ അതിനെ ഡിക്ലൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു അധികാരപ്പെട്ടവർ തന്നെ അതിനെ നിരസിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് ആരോപണങ്ങൾ തുടരുന്നു, ഒരു ഭാഗത്ത് ഈ ഒരു ഡിഫൻസ് മാത്രം മുഖ്യമന്ത്രിക്ക് മതിയാകുമോ, ആരോപണം
മാത്രമായി ഇതിനെ കാണാനാകുമോ എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയമായി കണ്ടാൽ ഇന്നലെ വളരെ രൂക്ഷമായി തന്നെ മറുപടി കൊടുത്തു പി വി അൻവറിന്. പി വി അൻവർ വീണ്ടും അതിന് മറുപടി കൊടുക്കുകയുണ്ടായി. അത് രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു. കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ് പി വി അൻവർ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് ഒരു മറുപടിയും പി വി അൻവർ കൊടുത്തു. EMS അടക്കം കോൺഗ്രസിൽ നിന്ന് വന്നതാണല്ലോ എന്ന മറുപടിയായിരുന്നല്ലോ അത്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ശരിയാണ്. ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? EMS ആരായിരുന്നു വന്നിട്ട്? ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പം അതൊന്നും CM പറഞ്ഞതിലൊരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അരുൺ, പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചില്ല എന്ന ആരോപണം അത് പി വി അൻവറിന് ശീലമില്ല, കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നുള്ളയാളാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പറയുന്നത് പാർട്ടിക്ക് ഉള്ളിൽ ഒരു പരാതി ആയിരുന്നില്ലേ ആദ്യം കൊടുക്കേണ്ടത് എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അതിനും മറുപടിയുണ്ട്. പാർട്ടിക്ക് പലതവണ പരാതി കൊടുത്തു, പക്ഷെ അതിന് ഫലമുണ്ടാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നുമായിരുന്നു. അതെ, മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയാൽ, പ്രത്യേകിച്ച് ഈ ആഭ്യന്തര വകുപ്പിനെ പറ്റിയൊരു മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയാൽ അത് P ശശിക്ക് കൈമാറും. അതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തുടക്കം മുതൽ തന്നെ അൻവർ വ്യക്തമാക്കിയതാണ്. അത് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം ആവർത്തിക്കുകയാണ് ഇന്നലെ ഉണ്ടായത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പ്രസക്തമാണ്. കാരണം നമ്മൾ ഉൾപ്പെടെ ഉന്നയിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത് പാർട്ടിയെ അറിയിച്ചില്ല, മുഖ്യമന്ത്രിയെ അറിയിച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ P ശശിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ P ശശി അത്രമേൽ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുന്നു, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഈ ആരോപണത്തിന്റെ തുടക്കത്തിൽ അൻവർ എങ്ങനെ പറഞ്ഞിരുന്നോ അതിലേക്ക് തന്നെയാണ് അൻവർ ഇപ്പോഴും പറഞ്ഞത്. മുഖ്യമന്ത്രി ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പ്രതിരോധമാകുന്നത് മുഖ്യമന്ത്രിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പ്രതിരോധം തന്നെയാണ് മുഖ്യമന്ത്രി കണ്ടത്. മുഖ്യമന്ത്രി ഈ ആരോപണങ്ങളെ തള്ളുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രമേൽ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരന്തരം അൻവർ വീണ്ടും വീണ്ടും രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കുന്നുണ്ട് എന്നതിന് വ്യക്തമാണ്. ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ തുടരുക എന്ന് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിൽ പറയാതെ പലതും. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.